ബീനേഴ്സൺ മലയാളി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുഞ്ഞനെ കുളിക്കാൻ പോകട്ടോ, കുളിച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് കുളിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എന്തായാലും എന്താ പറയുക, നല്ല കരച്ചിലൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയാലോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നേരെ അങ്ങോട്ട് പോകാം. അപ്പം കുളിക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ തേച്ച് സെറ്റായി നിൽക്കുക കേട്ടോ. നേരത്തെ നല്ല കരച്ചിലായിരുന്നു, ഇപ്പം കരച്ചിലൊക്കെ മാറി. അമ്മ മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചില സമയത്ത് അവൻ്റെ സ്വഭാവം മാറും. അപ്പം എണ്ണ മാത്രമേ തേച്ചിട്ടുള്ളൂ. അപ്പോൾ തലയിൽ വെളിച്ചെണ്ണയും കൂടി തേക്കാൻ വേണ്ടിയിട്ട് അമ്മയൊന്ന് ഇരുന്ന് വെളിച്ചെണ്ണ തേച്ചങ്ങോട്ട് തുടങ്ങിയപ്പോഴേക്കും അവൻ്റെ സ്വഭാവം മാറി. നല്ല കരച്ചിലും വീഴ്ചയിലും ഒക്കെ ആയി. കാരണം ചില അവർക്കൊരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ നല്ല എണ്ണയൊക്കെ തേച്ച് എന്താ പറയുക, എണ്ണ മുഖത്തൊക്കെ സൈഡിൽ കൂടിയൊക്കെ തേച്ച് ഞങ്ങൾ നേരെ എന്ത് ചെയ്ത് കുളിമുറിയിലേക്ക് കൊണ്ടുപോയി. കുളിമുറിയിലേക്ക് എത്തിയതും മൂപ്പരാളെ സ്വഭാവം അങ്ങോട്ട് മാറി. ഇപ്പോഴേ സോപ്പ് തേച്ചപ്പോഴേക്കും നല്ല എന്താ പറയുക, നല്ല കരച്ചിലാണ്. വെള്ളമാക്കുമ്പം ചെറിയ തോതിലുള്ള കരച്ചിലുമുണ്ട്. പിന്നെ ചൂടുവെള്ളം കേട്ടോ മൂപ്പരാൾക്ക് കൂടുതലിഷ്ടം. ചൂടുവെള്ളം ആക്കുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളില്ല. അപ്പം ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എന്താ പറയുക, പിരികവും കണ്ണൊക്കെ എഴുതാനുള്ള പരിപാടിയിലാട്ടോ അമ്മ. സാധാരണഗതിയിൽ ഞങ്ങൾ പിരികവും കണ്ണൊന്നും എഴുതാറില്ല. കാരണം ചില ആൾക്കാർ പറയും കണ്ണും പിരികൊക്കെ എഴുതുന്നത് നല്ലതല്ല എന്നൊക്കെ. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ, കണ്ണും പിരികൊക്കെ എഴുതുന്നത് നല്ലതാണോ. നമ്മളിപ്പോൾ ഈ ഒരു പിരികം പുറത്തുനിന്ന് വാങ്ങിയതല്ല, സോറി, വീണ്ടും നമ്മളെ ഈ കൺമഷി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതല്ല, ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, അമ്മ ഉണ്ടാക്കിയതാണ്. അപ്പം അത് നല്ലതാണെന്ന് ഉള്ളൊരു ധാരണയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്യാം, നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഇത്രയും ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ എന്തിനാണെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി കംപ്ലൈൻറ്റ് മനസ്സിലായിട്ടുണ്ടാവും. കുഞ്ഞിന് വാക്സിനേഷൻ ഡേറ്റ് ആണ്, അതായത് 3-ാം മാസത്തിലെ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. സാധാരണഗതിയിൽ ആനപ്പാറയിൽ അതുപോലെ തന്നെ ഹെൽത്ത് സെൻ്ററിലൊക്കെ സാധാരണഗതിയിൽ പോവാറ്. ഇന്ന് ഹെൽത്ത് സെൻ്ററിൽ സാധാരണ ആ ഡേറ്റിൽ മാത്രമേ അവിടെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ആ ഡേറ്റിൽ ഹെൽത്ത് സെൻ്ററിൽ ഇല്ലെന്ന് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിലേക്ക് പോവാണ് കേട്ടോ. മെഡിക്കൽ കോളേജിൽ എല്ലാ ദിവസവും അവൈലബിൾ ആണ്. ആർക്കെങ്കിലും പോകാൻ എന്താ പറയുക, വാക്സിനേഷൻ എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ, പോളിയോ കൊടുക്കാനുണ്ടെങ്കിൽ അവിടേക്ക് കൊണ്ടുപോയാൽ കേട്ടോ. നമുക്ക് എന്നാലും നേരെ എന്താ പറയുക, പോളിയോ സെൻ്ററിലേക്ക് പോയാലോ, മെഡിക്കൽ കോളേജിലേക്ക്. അപ്പോൾ കുഞ്ഞിനെ എടുത്തത് കുറുമ്പിയാട്ടോ. കുറുമ്പി വെയിറ്റ് ചെയ്യാണ്. കുറേ കുഞ്ഞുങ്ങളുണ്ട് അവിടെ. ഇമ്മ്യൂണൈസേഷൻ റൂമാണ്. അവിടെ എത്തിയ പാടന്നെ കുറച്ച് എന്താ പറയുക, പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആദ്യം തന്നെ സിസ്റ്റർ എന്താ പറയുക, ഒരു തുള്ളിമരുന്ന് കൊടുത്തു കേട്ടോ. അതായത് തുള്ളിമരുന്ന് കൊടുത്തപ്പം തന്നെ ഒരാൾക്ക് അത് ഇഷ്ടമായില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി ആദ്യം തന്നെ. ഒരാളെ മുഖം കണ്ടാൽ തന്നെ അറിയാം, ഒരു ചവർപ്പും എന്തോ ഒരു ടേസ്റ്റും ഇല്ലാത്ത മാതിരിയുള്ള. അടുത്തത് വേറൊരു തുള്ളിമരുന്നും കൂടെ കൊടുത്ത്, അത് എന്താ പറയുക, ഒന്നല്ല കൊടുത്തതെന്ന് തോന്നുന്നു, 2-3 അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം കുറച്ച് നേരം അവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വലിയൊരു എന്താ പറയുക, ടേസ്റ്റ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ മുഖം അങ്ങനത്തെ ഒരു രീതി തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, മോനെ എന്താ പറയുക, സൂചി വെക്കാൻ വേണ്ടി ഏകദേശം 3 സൂചിയോളം വെച്ചിട്ടുണ്ട്, വാക്സിൻ വെച്ചിട്ടുണ്ട്. 3 വെച്ചിട്ടുണ്ട്. അതിൽ 2 കാലിലും 1 കൈക്കുമാണ് വെച്ചത്. നല്ല കരച്ചിലായിരുന്നു, എന്താ പറയുക, കഴിയുന്നവരെ നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ അവൻ നല്ല വേദന ഉണ്ടാവും. അപ്പോൾ എന്തായാലും അധികം നേരം കണ്ടു നിൽക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. അപ്പോൾ എന്തായാലും പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.